പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സ്ഥിരം വെടിനിർത്തലിന് ഇറാൻ അമേരിക്ക നിർണായക ചർച്ച ഉടൻ പാകിസ്ഥാനിൽ. നേരിട്ടുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി ഇറാൻ പ്രതിനിധി സംഘം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായേക്കില്ല. സരുൺ എ ജോസ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. സരുൺ, എന്തൊക്കെ ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ വ്യവസ്ഥകളാണ് ഇറാൻ ഈ സംഘർഷം അവസാനിപ്പിക്കുവാൻ വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്? അമേരിക്കയുടെ വ്യവസ്ഥകൾ ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ്? അമൽ, പ്രധാനമായും 10 നിർദ്ദേശങ്ങളാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് താൽക്കാലിക വെടിനിർത്തലല്ല, സ്ഥിരമായ യുദ്ധം അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഇറാന് നേരുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ ആക്രമണം അവസാനിപ്പിക്കണം. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് വേണം. ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് $2 മില്യൺ ഈടാക്കും. അതുപോലെ തന്നെ ഇറാന്റെ പുനർനിർമ്മാണത്തിന് ഈ ഫണ്ട് ഉപയോഗിക്കും. തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായേക്കില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം തന്നെ ഇറാന്റെ പ്രതിനിധികൾ, അത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും അതുപോലെ തന്നെ ഇറാൻ സ്പീക്കർ മുഹമ്മദ് ഗാലിബാഫും കഴിഞ്ഞ ദിവസം തന്നെ ഇസ്ലാമാബാദിൽ എത്തിയിരുന്നു. അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. നേരത്തെ JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയുമായി ഇറാൻ പ്രതിനിധികൾ ഇസ്ലാമാബാദിലെ പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയിൽ ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ അറിയിച്ചെങ്കിൽ മാത്രമേ തുടർ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകൂ. ഇസ്ലാമാബാദിലെ സെറീൻ ഹോട്ടലിൽ വെച്ചായിരിക്കും അങ്ങനെയെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ളൊരു ചർച്ചയ്ക്ക് വേദി ഒരുങ്ങുക. നേരത്തെ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് അമേരിക്കൻ ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ആ ചർച്ചകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ തന്നെയും വലിയ തരത്തിലുള്ള നയതന്ത്ര നേട്ടമായിരിക്കും അത്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായിരുന്നില്ല. അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ, അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുള്ള ചർച്ചയാകാമെങ്കിൽ സഹകരിക്കാം എന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ കടന്നു വരരുത്. അതുപോലെ തന്നെ ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുമ്പോൾ അതിൽ ലെബനോണിനെ കൂടി ചേർക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഇക്കാര്യം തന്നെ പാകിസ്ഥാനും നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അമൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.